അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജസ്റ്റിൻ ജോർജ് ആണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെ ദൈവം നടത്തിയതായ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ ഈ അവസരം ഇടയായി തീരട്ടെ. നമുക്കെവർക്കും പ്രാർത്ഥനയോട് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുപോയ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജസ്റ്റിൻ ജോർജ് അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകം അരോമ ടി വിയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതനും കർത്താവിൽ ബഹുമാന്യനുമായ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസമാകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുവാൻ കർത്താവ് എനിക്കും അവസരങ്ങളെ തന്നിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ, അനേകരുടെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധിക്കുവാനും കേൾക്കുവാനും ആത്മപ്രചോദിതമായ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ആശ്വാസത്തിനും ബലത്തിനും കാരണമായി തീർന്നു എന്നത് സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എനിക്കും ഇപ്രകാരം ഒരു അവസരം നൽകിയതോർത്ത് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ പ്രിയ ഡാനിയൽ പാസ്റ്ററോടും അരോമ ടി വിയോടും അതിൻ്റെ പ്രവർത്തകരോടും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജസ്റ്റിൻ ജോർജ് എന്നാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലമാണ്. അവിടെയുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എബനേസർ സഭയിലെ അംഗമായി കർത്താവിനെ സേവിക്കുന്നു. ഇപ്പോൾ മാവേലിക്കര ചെന്നിത്തല എന്ന സ്ഥലത്ത് വലിയ പെരുമ്പുഴ എന്ന ഗ്രാമത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. കർത്താവ് ശുശ്രൂഷയിൽ അയക്കുന്ന സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുവാനും ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവമായ കർത്താവ് അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബം, റിനി എൻ്റെ വൈഫ്, 3 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. മൂത്ത മകൾ അഡോണിയ, രണ്ടാമത്തത് മകനാണ് യസ്ര, മൂന്നാമത്തത് മകളാണ് ആഗ്നസ്. കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ്. എൻ്റെ പപ്പ ബാബു തോമസ്, എൻ്റെ അമ്മ സാലമ്മ ബാബു, എനിക്കൊരു സഹോദരിയുണ്ട് ഷാൻഡി. അവര് കുടുംബമായി ഹരിപ്പാട് ജീവിക്കുന്നു. ഞങ്ങള് കർത്താവിനെ അറിയുവാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മാതാവാണ് ആദ്യമായിട്ട് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായത്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, മദ്യപാനത്തിന്റെ ആസക്തി നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ അകത്ത് എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായി ജീവിക്കുന്ന സമയത്ത് ഈ നല്ല കർത്താവിനെ കണ്ടുമുട്ടുവാൻ എൻ്റെ മാതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. കായംകുളത്തുള്ള IPC സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പ്രസിദ്ധനായ പാസ്റ്റർ പത്തിച്ചിറ യോനാച്ചൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്റെ മകൻ കർത്താവ് പ്രസിദ്ധനായ ജോർജ് കുട്ടി പാസ്റ്റർ കായംകുളത്ത് വന്ന് വേല ആരംഭിക്കുകയും ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ
കഴിഞ്ഞ 36 വർഷങ്ങളായി ആ സഭയിൽ എൻ്റെ മാതാവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പിതാവ് ഇപ്പോൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് വളരെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചെറിയ പ്രായം മുതൽ തന്നെ, എൻ്റെ ജനന സമയം തന്നെ മരണത്തിന്റെ വായിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്ന് അമ്മ പറഞ്ഞ് കേൾക്കുവാനിടയായിട്ടുണ്ട്. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾക്കകത്ത് പ്രതിസന്ധികൾ നിറഞ്ഞ, കഷ്ടതകൾ നിറഞ്ഞ, വളരെ തകർന്ന അനുഭവത്തിന്റെ അകത്ത് നിന്ന് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വളരുവാനും ഉന്നതമായ അനുഭവങ്ങളിലേക്ക് എത്തുവാനും ഒക്കെ കർത്താവ് സഹായിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ ശുശ്രൂഷാപരമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും ജനിച്ച സമയത്ത് തന്നെ എൻ്റെ മാതാവിൻ്റെ സഹോദരി പ്രവചനാത്മാവിൽ എന്നെ എടുത്ത് നിറഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുവാനും, ചെറിയ പ്രായം മുതൽ തന്നെ സുവിശേഷകനാകണം, പാസ്റ്റർ ആകണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെ വളർന്നു വരുവാനും, അതേ ഒരു അനുഭവത്തിൽ മുൻപോട്ട് ജീവിതം കൊണ്ടുപോകാനും ഒക്കെ ദൈവം സഹായിച്ചു. എന്നാൽ കൗമാരത്തിലേക്ക് കടന്ന് യൗവനത്തിന്റെ ദിശയിലേക്ക് എത്തുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായ ഒരു സാഹചര്യം എനിക്ക് ഉടലെടുത്തു. കർത്താവിനെ പാടെ ഉപേക്ഷിക്കുന്ന, ദൈവസഭയെ ഉപേക്ഷിക്കുന്ന, ആത്മീക കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ, വ്യക്തിപരമായ ജീവിതത്തെ സ്വയമായി തകർത്ത് കളയുന്ന അനുഭവങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ടാകുവാനായിട്ടിടയായി. അത് തുടർന്ന് വരവേ എൻ്റെ 23-ാമത്തെ വയസ്സിൽ CA പഠനത്തോടുള്ള മൊത്തത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കുവാനായിട്ട് പോയ അവസരത്തിൽ അവിടെയും ജീവിതം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇനി നിരാശപ്പെട്ട് ഇനി മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തി. ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് തോന്നിയ ദിവസം, തോന്നിയ സമയത്ത് എന്തുകൊണ്ട് കർത്താവിനെ ആശ്രയിച്ചു കൂടാ എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൻ്റെ അകത്ത് ഉണ്ടാകുകയും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ധൈര്യം ലഭിക്കുകയും എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിച്ചു, സമർപ്പിച്ചു. കർത്താവ് എനിക്ക് ഒരു പുതിയ ജീവിതം നൽകുമെന്നൊരു ഉറപ്പ് ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടാകുവാനും, പാപബോധമുണ്ടായി സകല തെറ്റുകളും സകല കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞൊരു പുതിയ മനുഷ്യനായി മാറുവാൻ ഇടയായി. തൊട്ടടുത്ത ദിവസം ഞാൻ ചർച്ചിൽ കടന്നുപോയി. അവിടെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസൻ തലേ രാത്രിയിൽ ഞാനും ദൈവവുമായി സംസാരിച്ച വിഷയത്തോടനുബന്ധമായി ദൈവവചനം സംസാരിക്കുകയും എന്നോട് വ്യക്തിപരമായി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രവചനാത്മാവിൽ അദ്ദേഹം എന്നോട് കൈമാറുകയും ചെയ്തു. ആ വർഷം 2014 എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിന്, പുതിയ വെളിത്തിരിവിന് കാരണമാകുമെന്ന് എന്നോട് പറയുകയും ചെയ്തു. എന്നാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായി മാറണം, ഉന്നതമായ ജോലിയിൽ എത്തണം, സാമ്പത്തിക നന്മകൾ ഉണ്ടാകണം. ആ ഒരു കാഴ്ചപ്പാടോടെ ഇരുന്ന് എനിക്ക് അത് അത്രത്തോളം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു പുതിയ ജോലി ലഭിച്ച് ജോലിക്കായി കടന്നു പോകുമ്പോൾ കർത്താവ് എന്നോട് ഹൃദയത്തോട് ഇങ്ങനെ സംസാരിച്ചു: ദൈവത്തിന്റെ കരം നിന്റെ മേൽഭാരമായി വരരുത് എന്ന് സംസാരിച്ചു. അതിനു മുമ്പായിട്ട് ഒരു ദൈവദാസനെ കണ്ടുമുട്ടാനും അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ മുഴുവൻ, ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ദൈവദാസനാണ്, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പരാജയങ്ങളെയും തകർച്ചകളെയും എല്ലാം എന്നോട് അദ്ദേഹം സംസാരിക്കുവാനും അത് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുവാനും കാരണമായി തീർന്നിരുന്നു. അങ്ങനെ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചു. ദൈവം എന്നോട് സംസാരിച്ചതുപോലെ തന്നെ അതൊരു ഭാരമായി എനിക്ക് വന്നു. അവിടെ വെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവ്, എങ്ങനെ സുവിശേഷത്തിലേക്ക് ഞാൻ പോകും? ജോലിക്കാരനാകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകും? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ പണം വാങ്ങുവാൻ എനിക്ക് കഴിയും? മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ സാമ്പത്തിക നന്മകൾ ഞാൻ വാങ്ങിക്കും? അതെനിക്ക് നാണക്കേടാണ് എന്ന് കരുതി ഞാൻ വീണ്ടും ജോലിയിൽ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു രാത്രിയിൽ ദൈവം എന്നോട് വളരെ ഹൃദ്യമായിട്ട് സംസാരിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന വാക്യം എന്നോട് ഹൃദ്യമായി കർത്താവ് ഇടപെടുകയും ആ വാക്യത്തിന് മുമ്പിൽ, ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ബാക്കിയായി. ദൈവം വിളിക്കുന്നത് ശമൂവേലിനെ വിളിച്ചതുപോലെ എന്നെ വിളിക്കുമോ? അങ്ങനെയാണോ ദൈവവിളി എന്ന ഒരു ചിന്ത എന്നെ ഭരിച്ചു. അത് മനസ്സിലാക്കാൻ പലരോടും ഞാൻ ചോദിച്ചെങ്കിലും അതിന് കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചില്ല. എങ്കിലും യാദൃശ്ചികമായി ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മാവേലിക്കര വെസ്റ്റ് സെന്ററിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന ഡോക്ടർ ജോൺ കെ മാത്യു
അവരുടെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ലഭിച്ചു. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ കോൾ ഓർ കരിയർ എന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. ഞാൻ സമയം കിട്ടിയ സമയത്ത് ആ പുസ്തകം എടുത്ത് വായിക്കുകയും ആ ചാപ്റ്ററിനകത്ത് ദൈവവിളി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലാവുകയും എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, ഞാൻ കടന്നുപോയതായ ഓരോ ഇൻസിഡന്റുകളും കർത്താവിന്റെ വിളിയെ ഉറപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. അവരത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ തിരികെ ഭവനത്തിലേക്ക് വന്നു. ഇനിയും എവിടെ ബൈബിൾ കോളേജിൽ പഠിക്കും എന്ന ചിന്ത വന്നു. ഒരു സായാഹ്ന ബൈബിൾ കോളേജിൽ പഠിക്കാമെന്ന് കരുതി, ശുശ്രൂഷയ്ക്ക് ഇറങ്ങാമെന്ന് കരുതി ചിന്തിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കെ എൻ്റെ ഒരു സ്നേഹിതൻ ദേവദാസിനെ സിനോജ് പാസ്റ്ററുമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹം എനിക്ക് മണക്കാലയിൽ പോയി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധൈര്യം, മോട്ടിവേഷൻ എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മറ്റൊരു സ്നേഹിതൻ റോണി എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം എൻ്റെ വീട്ടിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനിച്ചു എന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് എനിക്ക് മണക്കാലയിലെ ആപ്ലിക്കേഷൻ ഫോം എനിക്ക് കൊണ്ടുതരുവാനിടയായി. അങ്ങനെ മണക്കാലയിൽ ചെന്ന് അവിടെ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി എന്ന കോഴ്സ് പഠിക്കാൻ കർത്താവ് എനിക്ക് ഒരു ഭാഗ്യ പദവി തന്നു. അതിനുശേഷം MTH, ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയിലെ MTHും പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. IPCയുടെ PG കോഴ്സ് പഠിച്ച അനന്തരം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി രണ്ടാമത്തെ ടീമില് ഒരു സഭയില് കർത്താവിന്റെ വേലയിൽ ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം. കർത്താവിന് ഹിതമുള്ള വ്യക്തിത്വമായി മാറിയാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ ഒരിക്കലും നാം ലജ്ജിച്ചു പോകേണ്ടി വരില്ല, തല താഴ്ത്തേണ്ടി വരില്ല എന്ന് ജീവിതാനുഭവങ്ങളിൽ കൂടെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ശുശ്രൂഷയിൽ അർഹിക്കുന്നതിനും അപ്പുറമായ അവസരങ്ങളും സാധ്യതകളും കർത്താവ് തുറന്നു തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ എപ്പോഴും പറയും. എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലായ്മയുടെ സമയത്തും കർത്താവിന് വേണ്ടി നിന്നതും കർത്താവിന് വേണ്ടി ചെയ്തതുമായ കാര്യങ്ങളുടെ അനന്തരഫലമാണ് ഇന്ന് ജീവിതത്തിൽ ഓരോ നന്മകളും അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ അനുഭവവും പരിചയവും ഞാൻ ഇറങ്ങിയ കാലഘട്ടവും നോക്കിയാൽ ഇവിടെ ഒന്നും എത്താനുള്ള ഒരു യോഗ്യതയോ സമയമോ സാഹചര്യമോ ഒന്നും ആയിട്ടില്ല. വളരെ ചുരുങ്ങിയ 10 വർഷങ്ങളുടെ കാലഘട്ടം മാത്രമേ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടായിട്ടുള്ളൂ. എങ്കിലും കർത്താവ് ദൈവത്തിന്റെ ഹിതപ്രകാരം കർത്താവിന്റെ ശുശ്രൂഷയില് കർത്താവ് അവസരങ്ങളെ തരുന്നു. അത് ദൈവത്തിന്റെ ഒരു ഫേവർ ആണെന്ന് ഞാൻ പലപ്പോഴും വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വളരെ താല്പര്യം കർത്താവ് എനിക്ക് തന്നു. സെമിനാരിയിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള മോർണിംഗ് മിനിസ്ട്രിയിൽ, പ്രഭാത ശുശ്രൂഷയിൽ പങ്കെടുത്ത് മണക്കാലയിലുള്ള ജംഗ്ഷനുകളിൽ, കവലകളിലൊക്കെ പോയി കർത്താവിന്റെ വചനം, ദൈവവചനത്തിലെ വാക്യങ്ങൾ ചെറിയ സ്ട്രെയിഞ്ചർ സ്പീക്കറിനകത്തൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ കേരളത്തിലെ 14 ജില്ലകളിലും കടന്നു ചെന്ന് ഒട്ടുമിക്ക കവലകളിലും കർത്താവിനെ ഉയർത്താൻ, പരസ്യമായി കർത്താവിനെ ശുശ്രൂഷിപ്പാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇന്നും അഭിമാനമാണ്. എന്നോട് MTHന്റെ പഠനം കഴിഞ്ഞപ്പോൾ ഗ്രാജുവേഷന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു ആൾ ചോദിച്ചു, ഇനിയും പരസ്യയോഗത്തിന് ഒക്കെ ശുശ്രൂഷിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോട് പറഞ്ഞു, ജീവനുള്ള കാലം വരെ പരസ്യയോഗത്തിന് ശുശ്രൂഷിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം, അഭിമാനം, ആഗ്രഹമെന്ന് പറയുവാനായിട്ടിടയാണ്. നാളെയും അങ്ങനെ തന്നെ ആകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മറക്കാനാകാത്ത ഒരനുഭവം, എന്നെ ഇന്ന് നിലനിർത്തിയിരിക്കുന്ന ദൈവസന്നിധിയിൽ കർത്താവ് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതാനുഭവം കൂടെ പറഞ്ഞു നിർത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അത് ഇപ്രകാരമാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട് എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. എന്നാൽ ഈ 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപ് കഠിനമായ ഒരു ശോധനയിൽ കൂടെ, കഠിനമായ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായ ഒരു അനുഭവം. എൻ്റെ സെമിനാരി പഠനത്തിന്റെ 3-ാം വർഷം കഴിയുമ്പോൾ എൻ്റെ വിവാഹം കഴിയുവാനായിട്ട് ഇടയായി. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയെ വിവാഹം കഴിപ്പാൻ കർത്താവ് സഹായിച്ചു. അവളും BTH ഗ്രാജുവേറ്റ് ആണ്. ബൈബിൾ കോളേജിൽ പഠിച്ച് ശുശ്രൂഷയ്ക്ക് സമർപ്പിതരായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങൾ എനിക്ക് ഒരുക്കി തന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് വളരെ
സന്തോഷത്തോടെ മുൻപോട്ട് കടന്നുപോയി. എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കാത്തിരുന്നു. എന്നാൽ 3 മാസങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ സ്കാനിങ് ചെയ്യാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കുഞ്ഞിന് അനക്കമില്ല, കുഞ്ഞിന് വളർച്ചയില്ല, അത് ബ്ലൈറ്റഡ് ഓവം എന്ന് പറയുന്ന ഒരു ഫേക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. കുഞ്ഞ് വളരാത്ത ഒരു ജീവനില്ലാത്ത ഒരു ഭ്രൂണം മാത്രം ശരീരത്തിനകത്ത് ഉണ്ടായ ഒരു സാഹചര്യമാണ്. വളരെ പ്രയാസം നിറഞ്ഞ അനുഭവത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ഒത്തിരി തകർന്നു, ഒത്തിരി തളർന്നു, വേദനാജനകമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ അല്പ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആകുവാനായിട്ട് ഇടയായി. വീണ്ടും ഞങ്ങൾ ദൈവസഭയിൽ പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത് മുൻപോട്ട് കടന്നുപോയി. വളരെ പരിചരണങ്ങൾ നൽകുകയും ആദ്യത്തെ ആ പ്രഗ്നൻസി ആയതുകൊണ്ട് ശ്രദ്ധിക്കുകയും 3 മാസങ്ങൾ റെസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടതായ മെഡിസിൻസ്, അതിന് ടാബ്ലറ്റ്സുകളെ, വൈറ്റമിൻ ടാബ്ലറ്റ്സുകളെ, കാൽസ്യം ഒക്കെ കഴിക്കുകയും വളരെ ശ്രദ്ധയോടെ, ഞാനൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അതല്പം കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ, ഏകാഗ്രത കൊടുത്ത് കുഞ്ഞു വളർന്നു വരാനുള്ള ആഗ്രഹത്തോടെ താല്പര്യപ്പെട്ടു. ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഓരോ മാസങ്ങളിലും കൃത്യമായി ചെക്കപ്പിന് കടന്നുപോയി, കൃത്യമായ ടെസ്റ്റുകൾ നടത്തി, അതിൻ്റെ ആഹാരങ്ങൾ ഓരോ മാസത്തിലും ആവശ്യമായ ആഹാര രീതികൾ അത് ഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ കടന്നുപോയി. വളരെ പ്രാർത്ഥിച്ചു, വളരെ ആഗ്രഹിച്ചു. പാട്ടുകൾ, വയറ്റിൽ പാട്ടുകൾ പാടിക്കൊടുത്ത് പ്രാർത്ഥിച്ച് ദൈവവചനം വായിപ്പിച്ച് കേൾപ്പിച്ച് അതേ ഒരു താല്പര്യത്തോടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആത്മീക കാഴ്ചപ്പാടോടെ ഒക്കെ വരണമെന്ന എൻ്റെ ഒരു ദൈവദാസന നിലയിൽ എൻ്റെ ആ ചിന്ത അങ്ങനെയാണ് കടന്നുപോയത്. അങ്ങനെ കടന്നു പോകുമ്പോൾ കുഞ്ഞിന് പേര് വരെ ഞാൻ കണ്ടുവച്ചു. എൻ്റെ ആ ആത്മീക തീഷ്ണതയുടെ, സുവിശേഷത്തോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ട് ഗ്രഹാം സ്റ്റെയിൻസിന്റെ പേര്, എൻ്റെ കുഞ്ഞാണാണെങ്കിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് അതിന് പേര് കൊടുക്കണം, പെൺകുട്ടിയാണെങ്കിൽ ഗ്ലാഡിസ് എന്ന പേര് കൊടുക്കണം എന്ന ആഗ്രഹമൊക്കെ എൻ്റെ ഉള്ളിനകത്ത് ഉണ്ടായി. അങ്ങനെ തന്നെ ഞങ്ങള് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പേര് വിളിക്കാൻ തുടങ്ങി. അത് ചവിട്ടുന്നത്, അത് അനങ്ങുന്നതൊക്കെ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ, ആഗ്രഹിക്കാൻ വളരെ താല്പര്യത്തോടെ കാത്തിരുന്നു. എന്നാലേ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ദിവസം കടന്നുപോയ സമയത്ത് ഉച്ച കഴിയുമ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ കുഞ്ഞിന് അനക്കം ഇന്ന് അനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, സാരമില്ല, അല്പം വെള്ളമൊക്കെ കുടിക്കാൻ ശരിയാകുമെന്ന് പറയാനിടയായി. എന്നാലേ അന്ന് രാത്രി വീട്ടിൽ വന്നു. ഞാൻ അന്ന് വീട്ടിൽ വന്നില്ല, എൻ്റെ വൈഫിന്റെ വീട്ടിലാണ് ഞാൻ അന്ന് താമസിച്ചത്. എൻ്റെ വൈഫ് അന്ന് എൻ്റെ വീട്ടിലാണ്. അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അനക്കത്തിന് ചെറിയ പ്രയാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഉറങ്ങ്, രാവിലെ ശരിയാകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലേക്ക് കടന്നുപോയി. അന്ന് എൻ്റെ വൈഫും പപ്പയും മമ്മയും കൂടെ ആ ഞായറാഴ്ച എൻ്റെ വൈഫിന്റെ സഭയിലാണ് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും കടന്നുപോയി. അവിടെ ചെന്ന് ദൈവവചനം ശുശ്രൂഷിച്ചു, സഭായോഗം നടത്തി. അന്ന് ഞാൻ പ്രസംഗിച്ചത് ലാസറിനെ കുറിച്ചാണ്. കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിനെ കുറിച്ചാണ് അന്ന് ഞാൻ പ്രസംഗിച്ചത്. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് പ്രസംഗിച്ചു. 10:30 അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിന്റെ ചർച്ചിലേക്ക് ഓടി വന്ന് കുടുംബത്തോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ അവസരം ലഭിച്ചു. അന്നും അവിടെയും ഞാൻ പ്രസംഗിച്ചു കഴിയുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് അടുത്ത കുഞ്ഞിനെ ദൈവം തന്നു എന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും പറഞ്ഞാണ് ഞാൻ ആ സഭായോഗത്തിൽ നിന്ന് മടങ്ങി ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ ചെന്ന് ഒരു 3 മണി സമയമൊക്കെ ആയപ്പോൾ വൈഫ് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ചേച്ചാ കുഞ്ഞ് ഇതുവരെയും അനങ്ങിയിട്ടില്ല, ഇന്നലെ വൈകുന്നേരം മുതൽ കുഞ്ഞിന് അനക്കത്തിന് കുറവാണ്, ഇന്ന് ഇതുവരെ അനക്കമില്ല, ഞാൻ വളരെ ശ്രദ്ധിച്ചു, അനക്കമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 8 മാസവും 10 ദിവസവും ആയിരിക്കുന്ന സമയമാണ്. ഞാൻ നേരെ കാണിച്ചിരുന്ന ഹോസ്പിറ്റൽ, പത്തനാപുരത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ വന്ന് അവരുടെ മെഷീൻ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ഡൗട്ട് തോന്നിയിട്ട് അദ്ദേഹം സ്കാനിങ് മെഷീനിലേക്ക് വിട്ടു, സ്കാനിങ് റൂമിലേക്ക് വിട്ടു. അദ്ദേഹം തന്നെ സ്കാൻ ചെയ്തിട്ട് തിരികെ വന്ന് എന്നോട് സോറി എന്നാണ് പറഞ്ഞത്. കുഞ്ഞ് ഡെഡാണ്, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എന്നോട് പറയാനിടയായി. അതെന്നെ വല്ലാതെ ഉലച്ചെങ്കിലും ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ 8 മാസവും 10 ദിവസവും ഉള്ളപ്പോൾ ജനിച്ച ആളാണ്, മരണത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്ന ആളാണ്. എന്നെ അമ്മ പ്രസവിച്ചിട്ടത് ഒരു ക്ലോസറ്റിലാണ് എന്നെ പ്രസവിച്ചിട്ടത്. അവിടെ നിന്ന് പുറത്തു വന്ന ആളാണ്. കോളറ പിടിച്ച് മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതിയെടുത്തെന്ന്
തിരികെ വന്ന ഒരാളാണ്. എൻ്റെ കുഞ്ഞിനെയും രക്ഷിക്കാൻ, ജീവനോടെ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസത്തോടെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഹെൽപ്ലെസ് ആണ്, ദൈവത്തിന്. അദ്ദേഹം ഒരു TPM വിശ്വാസിയാണെന്ന് പിന്നീട് എനിക്ക് അറിയുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എഴുതി തിരുവനന്തപുരം SAT-യിലേക്ക് എഴുതി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വേഗതയിൽ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് അവിടെയുള്ള PG ഡോക്ടർമാരാണ് അറ്റൻഡ് ചെയ്തത്. പിറ്റേ ദിവസം ഒരു സ്കാനിങ് ചെയ്യാനായിട്ട് എഴുതി തന്നു. ഞാൻ ആ രാത്രി എൻ്റെ കണ്ണുനീർ തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ചുടുകണ്ണീര് ആ SAT-യുടെ വരാന്തയിൽ, SAT-യുടെ തെരുവുകളിൽ, റോഡുകളിൽ ഒക്കെ വീണു. ഞാൻ ഒരുപാട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ദൈവമേ, ഒത്തിരി ആഗ്രഹിച്ചതാണ്, ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, തുടങ്ങിയതേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് നിലവിളിച്ചു. ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന്, ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് എൻ്റെ കുഞ്ഞിന് ജീവനെ മടക്കി കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട്, ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ അതൊന്നും നോക്കാതെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു. ഇന്നും SAT-യുടെ വരാന്തകളിൽ, SAT-യുടെ ഞാൻ ഇരുന്ന സ്ഥലങ്ങളിൽ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ചെല്ലാറുണ്ട്. എൻ്റെ കണ്ണുനീര് വീണ് നനഞ്ഞ സ്ഥലങ്ങളാണ്. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വൈഫിനെ കാണാനുള്ള സമയം കിട്ടിയപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, മോളെ, എന്തെങ്കിലും അത്ഭുതം നടന്നോ? കുഞ്ഞിന് അനക്കം എന്തെങ്കിലും ഉണ്ടോ? മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു ചേഞ്ചസും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി നിരാശ വന്നു. ഞാൻ ഒത്തിരി സ്ലിപ്പായി. എൻ്റെ മൈൻഡ് മാറി. കർത്താവിനോട് പരാതി പറയുന്നതിനപ്പുറം കർത്താവിനോട് ഇഷ്ടക്കേടാകുന്ന ഒരു തരത്തിലേക്ക് എൻ്റെ മനസ്സൊന്ന് ചേഞ്ച് ചെയ്തു, ചലഞ്ചായി. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു വാക്യം ഇടപെട്ടു. ഇയ്യോബ് തന്റെ ഭാര്യയോട് ചോദിക്കുന്ന ഒരു വാക്യം, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? നിനക്ക് ആ തിന്മയെ, നിനക്ക് വന്ന ഈ പ്രതിസന്ധിയെ നിനക്കൊന്ന് കൈക്കൊള്ളാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ദൈവാത്മാവ് ഇടപെട്ടു. ആ ചോദ്യത്തിന് മുമ്പിൽ പെട്ടെന്ന് ഞാൻ തിരികെ കർത്താവിൽ ആശ്രയിച്ചു. അചഞ്ചലമായ ഒരു വിശ്വാസം, അത്ഭുതകരമായ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിന്റെ അകത്ത് കടന്നു വരികയും കർത്താവിനെ മുറുകെ പിടിക്കാൻ, കർത്താവിൽ ആശ്രയിക്കാൻ ഒരു ധൈര്യം എനിക്ക് ലഭിക്കുകയും വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ഒരു കാരണമായി തീരുകയും ചെയ്തു. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പിന്നെ കടന്നു ചെന്ന് ഞാൻ കരഞ്ഞില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് തന്നു, അങ്ങ് എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ, എന്ത് വന്നാലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ഒരുപാട് നിന്ദകൾ, ഒരുപാട് പരിഹാസങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഈ സമയങ്ങൾ കൊണ്ട് കേട്ടു. ആത്മീയതയുടെ കുറവാണ്, വിശ്വാസ ജീവിതത്തിന്റെ കുറവാണ്, പ്രാർത്ഥനയുടെ കുറവാണെന്ന് കൂടെ നിന്നവരൊക്കെ അത് പറയുവാനിടയായി. അതെന്നെ ഒത്തിരി ഒത്തിരി വേദനിപ്പിച്ചെങ്കിലും കർത്താവിന്റെ ഇഷ്ടം, ഞാൻ ആ കുഞ്ഞിനെ വിഗ്രഹം പോലെ അതിനെ കണ്ടതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എന്നോട് ആളുകൾ പറയാനിടയായി. എങ്കിലും കർത്താവിന് ബലം തന്നു. 6 ദിവസങ്ങൾ ആ ജീവനില്ലാത്ത കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് എൻ്റെ വൈഫ് ആ ലേബർ റൂമിൽ, ആ ഹോസ്പിറ്റലിൽ കിടന്നു. ഓപ്പറേഷൻ ചെയ്തെടുക്കണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു, പ്രസവിക്കണ്ട എന്ന് പറഞ്ഞു. നാനാഭാഗങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വന്നു. എന്തെങ്കിലും ഇൻഫെക്ഷൻ പറ്റിയാൽ എന്ത് സംഭവിക്കും? ആരോട് ഉത്തരവാദിത്വം? ആര് ഉത്തരവാദിത്വം പറയും? എൻ്റെ വൈഫ് റിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിലും കർത്താവ് എന്നോട് തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ പതറാതെ നിന്നു. 7 ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു രാവിലെ സമയത്ത് ലേബർ റൂമിൽ നിന്ന് കോള് വന്നു. ഞങ്ങൾ അകത്ത് ചെന്നപ്പോ ഒരു ജീവനില്ലാത്ത കുഞ്ഞിനെ ഒരു ബാസ്ക്കറ്റിനകത്താക്കി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ലേബർ റൂമിൽ ഏൽപ്പിക്കുവാനിടയിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഒത്തിരി സങ്കടം വന്ന, ഒത്തിരി ഹൃദയനൊമ്പരത്തോടെ, ഹൃദയവേദനയോടെ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസം എൻ്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടായി. ഞങ്ങൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. ആ വെളുപ്പിനെ സമയത്ത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കടന്നു ചെന്ന് അതിൻ്റെ അടുത്തു നിന്നൊരു പെട്ടി വാങ്ങിച്ച് ആ കുഞ്ഞിനെ അതിനകത്ത് പൊതിഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് കടമ്പനാടുള്ള വൈഫിന്റെ അടുത്ത് വീട്ടിലെ സഭയുടെ സെമിത്തേരിയിൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ അടക്കം ചെയ്തു. എൻ്റെ വൈഫിനെ ആ കുഞ്ഞിനെ കാണിച്ചില്ല. നല്ല വളർച്ചയുള്ള 8 മാസമായ കുഞ്ഞാണല്ലോ, നല്ല വളർച്ചയുള്ള ഒരു കുഞ്ഞായിരുന്നു. നല്ല നീളവും നല്ല ശരീര വളർച്ചയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്. അതിന്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങള് കടന്നു വന്നു, തിരികെ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാർ കൗൺസിലിങ്ങിന് വേണ്ടി വിളിപ്പിച്ചു. ഞങ്ങളെ കണ്ടു. അവർക്ക് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ജനറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ ആണോ,
മുൻപ് ഒരു കേസ് ഉണ്ടായല്ലോ, എന്തെങ്കിലും പ്രതിസന്ധിയാണോ എന്നൊക്കെ അവർക്കും ഡൗട്ട് ഉണ്ടായി. വലിയൊരു ടെസ്റ്റ് എഴുതി ഞങ്ങൾക്ക് തന്നിട്ട്, നിങ്ങൾ കടന്നു ഭവനത്തിൽ പോവുക, ആ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് മടങ്ങി ഇവിടെ വരിക, ഞങ്ങളെ കാണുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുവാനിടയായി. ഞാൻ എൻ്റെ സെമിനാരി പഠനത്തിന്റെ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് തളർന്നു. ഡോക്ടർമാര് പറഞ്ഞത് ഇനിയും ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയെ പോലും അവർക്ക് ഡൗട്ട്സ് ആയി. ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെ 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 ഇനിയും ഉണ്ടായാലും അത് നഷ്ടമായിക്കൊണ്ടിരിക്കും, ജീവനോടെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ അവര് പറഞ്ഞു വിടുന്നത്. ഞാൻ ആ ടെസ്റ്റിന് പോയി ലാബിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ 7000 രൂപയുള്ള ടെസ്റ്റിന്, ബ്ലഡ് ടെസ്റ്റിനാകുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അന്ന് പണം എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട്, ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ വെയിറ്റ് ചെയ്തു. ഞാനൊരു ജനുവരിയിൽ എൻ്റെ ഗ്രാജുവേഷന്റെ സമയത്ത് എൻ്റെ സഹോദരങ്ങളൊക്കെ കടന്നു വന്ന അല്പമായ നന്മകളൊക്കെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ, എനിക്ക് ആ ടെസ്റ്റ് ചെയ്യാനുള്ള പൈസ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടന്നു ചെന്ന് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ചെന്നപ്പോൾ അതിനകത്ത് കുറെ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടു. തിരുവനന്തപുരത്ത് പോയില്ല, കായംകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് എൻ്റെ വൈഫിന്റെ വയറ് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വയറ്റിനകത്ത്, യൂട്രസിനകത്ത് കുരുക്കളുണ്ട്, ഒരുപാട് കുരുക്കൾ, സിസ്റ്റുകൾ, ചെറിയ ചെറിയ സിസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ഒരാഴ്ച മരുന്ന് കഴിക്കാൻ തന്നു. അത് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. വീണ്ടും അതുണ്ട് എന്ന് പറയുകയും ഒരു 21 ദിവസത്തേക്കുള്ള ഒരു മരുന്ന് ഗുളിക അവിടെ തന്നു വിട്ടു. ഞങ്ങൾ മറ്റാരോടും ഇത് ഷെയർ ചെയ്തില്ല, ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞു. ആ ഗുളിക അവൾ കഴിക്കാൻ തുടങ്ങി. ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ആ സിസ്റ്റുകളെ കരിച്ചു കളയുന്ന മരുന്നാണ്, ഗുളികയാണത്. ഈവൻ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പോലും അതിനെ പോലും അത് കരിച്ചു കളയുന്ന മരുന്നാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. 3 മാസങ്ങളോളം ആ മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞെങ്കിൽ എനിക്ക് പോകാനായിട്ട് അന്നും സാഹചര്യം ഒത്തില്ല. ഒരു 3 മാസങ്ങളോളം കഴിഞ്ഞ് ഒരു മാർച്ച് മാസമായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കടന്നു ചെന്ന് ഡോക്ടറോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞു, വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ എൻ്റെ വൈഫിനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റ് മാറി എന്ന് പറഞ്ഞു. വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്യണം, അതിനൂടെ പണം അടച്ചിട്ട് വരാൻ പറഞ്ഞു. ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് പുറത്തിറങ്ങി വരുന്നു, പറയുന്നത് 13 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞ് വയറ്റിൽ വളരുന്നു എന്നാണ് എന്നോട് വന്ന് പറഞ്ഞത്. ഞാൻ കണക്ക് കൂട്ടിയപ്പോ ഈ സിസ്റ്റിന് വേണ്ടി കഴിച്ച മരുന്ന് കഴിക്കുന്ന സമയത്തും ആ കുഞ്ഞ് വയറ്റിൽ അപ്പോഴുണ്ട്. ദൈവത്തിന്റെ അത്ഭുതത്തെ കാണാൻ കർത്താവ് ഞങ്ങളെ അവിടെ സഹായിച്ചു. ആ കുഞ്ഞിന്റെ വളർച്ചയിൽ അതും ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതിന്റെ പ്രസവത്തോടനുബന്ധിച്ചുള്ള സമയങ്ങൾ എത്തിയപ്പോൾ വീണ്ടും ആ കുഞ്ഞിന് അനക്കം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒരു വെളുപ്പിനെ വളരെ തിടുക്കത്തോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്ത് വിട്ടു. അവിടെ ചെന്ന് അവര് മരുന്നുകളൊക്കെ കൊടുത്ത് കുഞ്ഞിന് അനക്കമുണ്ടെന്ന് അവർ ഞങ്ങളെ അറിയിച്ചു. എന്നാലും പ്രസവത്തിന് വേണ്ടി അവർ 2 ദിവസം വെയിറ്റ് ചെയ്തു. പ്രസവത്തിന് വേണ്ടി കയറ്റി, നോർമൽ ഡെലിവറിക്ക് വേണ്ടി കയറ്റി. എന്നാൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള സമയങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വിവരം ലഭിക്കാതിരുന്നപ്പോൾ പെട്ടെന്ന് തിടുക്കത്തോടെ ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഓടുന്നത്, അവിടേക്ക് ഓടുന്നതും തിടുക്കപ്പെടുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടു. എന്നാൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഡോക്ടറെ കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി വന്നേച്ച് കുഞ്ഞിനെ ഞങ്ങളെ കൊണ്ട് കാണിച്ചതിന് ശേഷം ഞങ്ങൾ നിന്നൊരു പേപ്പർ ഒപ്പിട്ടുകൊണ്ട് പോയി ഞങ്ങളോട് പറഞ്ഞു സിസേറിയൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്തുണ്ടായ പ്രതിസന്ധി, പ്രസവം നോർമൽ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കുഞ്ഞ് അതിന്റെ ഹാർട്ട് ബീറ്റ് നിന്ന് അതിന്റെ കളർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുകയാണ് ഉണ്ടായത് എന്ന് പിന്നീട് ഡോക്ടർമാർ പറഞ്ഞ് അറിയാനിടയായി. ആ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. ഒരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് അങ്ങനെ ദാനമായി തരേണ്ടത് നടക്കില്ലെന്ന് പറഞ്ഞെടുത്ത്, സാധ്യമല്ലെന്ന് പറഞ്ഞെടുത്ത്, വൈദ്യശാസ്ത്രം ഇനി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞത്, പൈശാചിക മണ്ഡലങ്ങൾ, ദുഷ്ടശക്തികൾ ഒരു തലമുറയെ കാണിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചെടുത്ത് ദൈവം ഞങ്ങളോട് വാഗ്ദത്തം പറഞ്ഞതുപോലെ, ദൈവം ഞങ്ങളോട് സംസാരിച്ചതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺപൈതലിനെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നു. ശേഷം വീണ്ടും ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തി മുൻപോട്ട് കടന്നുപോയി. വീണ്ടും എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി. രണ്ടാമത്തെ ഒരു കുഞ്ഞ്, ഒരു ആൺകുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. ആൺകുഞ്ഞിന്റെ ഓപ്പറേഷന്റെ ശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പ്രസവം നിർത്തണം,
വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ ഇഷ്യൂ, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ കഴിഞ്ഞ കാലം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയും ഒരു പ്രഗ്നൻസിക്ക് എൻ്റെ വൈഫിനെ കൊണ്ട് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, യൂട്രസും ബ്ലാഡറും തമ്മിൽ ഒട്ടിയിരിക്കുകയാണ്. ഇനി ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല, ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് വളരെ റിസ്ക് ആണ്. ഇനി ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ, എൻ്റെ ജീവിതത്തിൽ ആരോഗ്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തന്നു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നു. ഇനി ഒരു കുഞ്ഞിനെ തരാതിരിക്കാനും കഴിയുന്നത് ഞങ്ങളുടെ ദൈവത്തിനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് സാരമില്ല, പ്രസവം നിർത്തണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ, ഇനി 5 വർഷമോ 6 വർഷമോ 7 വർഷമോ കഴിഞ്ഞിട്ട് ഇനി നിങ്ങളൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാവൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. എന്നാൽ ഒരു 1.5 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി. ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചു, ഒത്തിരി പേടിച്ചു. എന്താവും, എങ്ങനെയാകും എന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ ദൈവം തന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുത്തത്തില്ലെന്ന്, കളയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചാൽ അത് നേരിടുമെന്ന് തീരുമാനമെടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോയി. ഹോസ്പിറ്റലിലൊക്കെ ചെന്നപ്പോൾ ഹൈ റിസ്ക് എന്നാണ് അവര് എഴുതി വെച്ചത്. എഴുതി തന്ന എല്ലാ ഹോസ്പിറ്റലും അങ്ങനെയാണ് പറഞ്ഞത്. എന്നാലേ തക്ക സമയമായപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾക്ക് റെഫർ ചെയ്ത് പോകേണ്ട ഒരു പ്രതിസന്ധി ഉണ്ടായി. ശാരീരികമായ ക്ലേശം വൈഫിനുണ്ടായി. അവിടെ ചെന്നു. അവിടുത്തെ ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞു. എന്നാൽ ഓപ്പറേഷന് വേണ്ടി കയറ്റിയതിന്റെ തലേ ദിവസങ്ങളിൽ ദൈവസഭ, ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭ, എന്നെ അറിയാവുന്ന പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ സഹകാരികളൊക്കെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് തരാൻ കഴിയും. ഡോക്ടറിന്റെ കൈയോടുകൂടെ ദൈവം ഇരിക്കണമേ. ദൈവം ഒരു കോമ സ്റ്റേജിലേക്ക് എൻ്റെ വൈഫ് പോകാൻ, അല്ലെ മരണത്തിലേക്ക് പോകാൻ കാരണമാകല്ലേ, കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണമാകല്ലേ. ദൈവത്തോട് നിലവിളിച്ചു, കർത്താവ് ഇനിയും എന്നെ ലജ്ജിപ്പിക്കല്ലേ, ഇനിയും നിന്ദിക്കല്ലേ കർത്താവ് എന്ന് വളരെ ദൈവത്തോട് പറയാനിടയായി, തുറന്ന് സംസാരിക്കാനിടയായി. എന്നാൽ പിറ്റേ ദിവസം ഡോക്ടറെ കണ്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് ആദ്യം ചോദിച്ചു, എൻ്റെ വൈഫ് എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ലാതെ അവർ ഓപ്പറേറ്റ് ചെയ്ത ആ കുഞ്ഞിനെ പുറത്തെടുക്കുക, ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായിട്ട് തന്നു. പ്രിയരെ, സിസേറിയൻ കഴിഞ്ഞാൽ 3 വർഷവും 4 വർഷവും എന്നൊക്കെ പറയുന്നിടത്ത് ഈ 1.5 വർഷത്തിന്റെ ഗ്യാപ്പിനകത്ത് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം, ദൈവകരം കൂടെ ഇരുന്നു എന്ന് മനസ്സിലാക്കാനിടയായി. ഈ സാക്ഷി ഞാൻ പലരോടും ഷെയർ ചെയ്യാനുള്ള കാരണം, അനേക അനുഭവങ്ങളിൽ ഇതേ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരോട് ഞങ്ങളുടെ അനുഭവങ്ങൾ ബലമാകുവാനിടയായി. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഇത്ര കഠിനമായ ഒരു നഷ്ടം സംഭവിച്ചു എന്നതിന്റെ അർത്ഥം പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതുപോലെയുള്ള അനുഭവത്തിൽ കൂടെ പോയവർ ഞങ്ങളെ വിളിക്കുമ്പോൾ അവരുടെ ആശ്വാസം പറയുമ്പോൾ അവർ ആശ്വസിക്കുന്നത് കാണുമ്പോൾ, അവർ ധൈര്യപ്പെടുന്നത് കാണുമ്പോൾ, തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി തലമുറകളെ കൊടുക്കുന്നത് കാണാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തലമുറകളെ നഷ്ടമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസം കൊള്ളുന്നത് കാണാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എൻ്റെ സാക്ഷ്യം പലപ്പോഴും പ്രസംഗത്തിൽ കൂടെ, യൂട്യൂബിൽ കൂടെ ഒക്കെ പറയുമ്പോൾ അനേകർ അതിനകത്ത് ആശ്വാസം കൊള്ളുന്നത് കാണാനിടയായി. ഇന്ന് ഒരു ദൈവദാസത്തിൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏത് നഷ്ടങ്ങളും, നമുക്ക് താങ്ങാൻ കഴിയാത്ത, നമ്മളെ കൊണ്ട് വഹിക്കാൻ കഴിയാത്ത ഏത് നഷ്ടങ്ങളും, ഏത് കണ്ണുനീരും മറ്റൊരാളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ കടത്തിവിടുന്നതെന്ന്, എനിക്ക് ഒരാൾക്കുണ്ടായ നഷ്ടം 100 കണക്കിന് ആൾക്കാർക്ക് ആശ്വാസത്തിന് കാരണമായി തീർന്നു എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച്, അത്ഭുതങ്ങൾ നടന്നത് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണ്. എൻ്റെ പിതാവ് റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ശബരി എക്സ്പ്രസിന്റെ അടിയിൽ, പാളത്തിൽ ആ ട്രെയിൻ കടന്നു പോകുന്നത് വരെ കിടന്ന ഒരാളാണ്. ദൈവം അത്ഭുതകരമായി അവിടെ നിന്ന് വിടുവിച്ച ഒരു ജീവിക്കുന്ന സാക്ഷി ഞങ്ങൾക്ക് പറയാനുണ്ട്. എൻ്റെ പിതാവ് പറയുന്നത്, ആരോ തന്നെ സ്തോത്രം പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ തന്നെ അമർത്തിപ്പിടിച്ച ആ റെയിൽ ട്രാക്കിലേക്ക് അമർത്തിപ്പിടിച്ച് കിടത്തി എന്ന് അനുഭവിക്കാനിടയായി. അത് അസംഭവ്യമാണ്, അത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ തനിക്ക് തന്നെയാണ് കോള് വന്നത്, ഒരു ജഡം കിടപ്പുണ്ട്, എടുത്തു മാറ്റി ട്രെയിൻ പോകണം. പപ്പ പറഞ്ഞു, ഞാൻ തന്നെയാണ് അടിയിൽ വീണത്,
എന്നാൽ ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറയുന്നതായി. പ്രിയരെ, ഒത്തിരി സാക്ഷ്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, ദൈവം നമുക്ക് അനുഭവങ്ങൾ തരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത, കർത്താവേ എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം? എന്റെ പ്രാർത്ഥനയുടെ കുറവാണോ? ആത്മീയത്തിന്റെ കുറവാണോ? എന്റെ ജീവിതത്തിന്റെ പരാജയമാണോ? ഞാൻ എവിടെയെങ്കിലും തകർന്നത് കൊണ്ടാണോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തലമുറയോടുള്ള ബന്ധത്തിൽ തലമുറകളെ ലഭിക്കാത്തത്, കർത്താവേ എന്റെ ഹൃദയത്തെ, എന്റെ ഗർഭത്തെ അടച്ചത് എന്തിനാണ്? ഇത്ര ഉപവസിച്ചിട്ട്, ഇത്ര പ്രാർത്ഥിച്ചിട്ട്, ഒത്തിരി പാരമ്പര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടായിട്ട് ഒരു തലമുറയെ കാണാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയത്തില്ല എന്ന് ചോദിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ജസ്റ്റിൻ പാസ്റ്റർക്ക് വേണ്ടി, റെനിക്ക് വേണ്ടി ഒരു തലമുറയെ അല്ല 3 തലമുറകളെ അസാധ്യമെന്ന് കരുതിയെടുത്ത് തരാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും തരാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു നല്ല അപ്പനുണ്ട്. തളർന്ന, കരഞ്ഞ ദിവസങ്ങളും കണ്ണുനീർ കൊണ്ട് കിടക്കയെ നനയിച്ച ദിവസങ്ങളും മറന്നു കളയാതെ, നിന്ദകളുടെയും പഴികളുടെയും പരിഹാസങ്ങളുടെയും ചോദ്യം ചെയ്യപ്പെടലുകളുടെയും നടുവിൽ അതിനുത്തരം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് കേട്ടോ. അതെന്റെ അനുഭവമാണ്. ആ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും അവൻ അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സാക്ഷ്യം കഴിയുമ്പോൾ പ്രാർത്ഥിക്കും. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. അങ്ങനെ ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിലേക്ക് ദൈവം ഞങ്ങളെ ഉയർത്തും. അടുത്ത മേഖലകളിലേക്ക് ഒരുപാട് പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. ഈ ചെറിയ പ്രായത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതിന്റെ കാരണത്താൽ ഒരുപാട് പ്രതിസന്ധികൾ കൂടെ, സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ, മാനസികമായ പ്രതിസന്ധികളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. അവിടെയും ആരുടെയും മുഖത്ത് നോക്കാതെ, ആരോടും ഒന്നും പറയാതെ, ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി, ദൈവസന്നിധിയിലേക്ക് മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം ഇന്ന് വരെയും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ വൈഫിന്റെ മാതാവും പിതാവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവർ ക്യാൻസർ രോഗബാധിതരായി. 1.5 വർഷത്തിന്റെ ഗ്യാപ്പിനിടയ്ക്ക് അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ശുശ്രൂഷയുടെ മേഖലയിൽ, ശുശ്രൂഷയുടെ അനുഭവങ്ങളിലൊക്കെ ഒത്തിരി തകർച്ചകൾ ആ സമയങ്ങളിലൊക്കെ നേരിട്ടു. എങ്കിലും അതിലൊന്നും തളർന്നു പോകാതെ പിടിച്ചു നിൽപ്പാൻ ദൈവം ഒരു കൃപ നൽകി. പ്രിയരെ, ലോകത്തിലെ എല്ലാ കണ്ണും, ഒരു പാട്ടില്ലേ, അന്ധകാരത്താലല്ല കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുണ്ട് സ്വർഗത്തിൽ. എല്ലാ കണ്ണും മങ്ങുമ്പോൾ, എല്ലാ കണ്ണും മറഞ്ഞു കളയും. നമുക്കെല്ലാ ആശ്രയവും വിട്ടുപോകും. നമ്മൾ ആശ്രയിച്ചവർ, നമ്മൾ കരുതിയവർ, നമ്മൾ ചേർത്ത് പിടിക്കുമെന്ന് ചിന്തിച്ചവർ എല്ലാവരും നമ്മളെ മറന്നു കളയുമ്പോൾ, അവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു, മരണം വഴിയായിട്ടൊക്കെ അകന്നു പോകും. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നു, കണ്ണും മങ്ങാത്തൊരു കണ്ണും ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്ന് നമ്മുടെ അസാധ്യമെന്ന് കരുതിയ മണ്ഡലങ്ങളെ, അടഞ്ഞു എന്ന് കരുതിയ വഴികളെ, മരണത്തിന്റെ വായിക്കകത്ത് നിന്ന് പിടിച്ചു മേടിച്ച് ദാവീദ് സിംഹത്തെയും കരടിയെയും ഒക്കെ കൊന്ന് ആ കുഞ്ഞാടുകളെ രക്ഷിച്ചതുപോലെ മരണത്തിന്റെ വായെ വലിച്ചു കീറിയിട്ട് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് സന്തോഷം. ദൈവം ഇങ്ങനെ പറയുന്നു, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരങ്ങൾക്കകത്തുണ്ട്. അതെ സ്നേഹിത, അതെ പ്രിയരെ, അതെ അരോമ ടിവിയുടെ പ്രേക്ഷകരെ, അരോമ ടിവിയുടെ പ്രവർത്തകരെ, ദൈവദാസൻ ഈ സന്ദേശം കേൾക്കുന്നുണ്ടല്ലോ, കർത്താവിന്റെ ദാസനെ പറയട്ടെ, ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ദൈവത്തിന് നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ്. ആ ദൈവം ജീവിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യത്തിന്റെ ഈ സന്ദേശം എവിടെയെല്ലാം എത്തപ്പെടുമോ, എവിടെയെല്ലാം, ഏതെല്ലാം രാജ്യങ്ങളിൽ കേൾക്കുമോ, ഏതെല്ലാം ഭവനങ്ങൾക്കകത്ത് കേൾക്കുമോ, ഏത് ജാതിയിലോ മതത്തിലോ ഏത് ഭാഷയിലോ വർഗത്തിലോ വർണ്ണത്തിലോ, ഏത് ജീവിതത്തിന്റെ സാമ്പത്തികമായ നിലവാരങ്ങളിലോ ഉയർച്ചയിലോ താഴ്ചയിലോ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയിലോ അതിന്റെ തകർച്ചയിലോ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കട്ടെ, നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ മാനിക്കാൻ കർത്താവ് മതിയായവൻ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സാക്ഷ്യത്തിന്റെ സന്ദേശം കേട്ട ഈ വ്യക്തിക്ക് വേണ്ടി, ഈ പ്രിയ മകൾക്ക് വേണ്ടി, ഈ പ്രിയ സഹോദരന് വേണ്ടി, ഈ പ്രിയ സഹോദരിക്ക് വേണ്ടി, ഈ പ്രിയ മാതാവിനും പിതാവിനും ഈ സഹോദരനും വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തലമുറകളോടുള്ള ബന്ധത്തിൽ കഷ്ടതയും
തലമുറകളുടെ ബന്ധത്തിൽ നിന്ദയും പരിഹാസവും തലകുനിക്കപ്പെട്ട അനുഭവങ്ങളായിരിക്കുന്ന ഈ വ്യക്തിയുടെ ഉദരത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി, ഇല്ലായ്മയിൽ സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, കർത്താവെ അടയപ്പെട്ടതിനെ തുറക്കുന്ന ദൈവത്തിന്റെ കരം ഈ സന്ദേശം കേൾക്കുമ്പോൾ തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധ്യമെന്ന് കരുതിയിടത്ത്, നടക്കില്ലെന്ന് ലോകം വിധിച്ചിടത്ത്, പഴിച്ചിടത്ത് കർത്താവിന്റെ അത്ഭുതം എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ അകത്ത് അയച്ചതുപോലെ ദൈവത്തിന്റെ കരം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചലിക്കണമെന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി കർത്താവെ കരച്ചിലിനെ മാറ്റി, വിലാപത്തെ മാറ്റി, രട്ടിനെ അഴിച്ച്, നിന്നയെ മാറ്റി സന്തോഷത്തെ ഉടിപ്പിച്ച ദൈവം ഈ സന്ദേശം, ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യണം. അതിന്റെ സാക്ഷ്യം ഈ അരോമ ടിവിയിലൂടെ കർത്താവെ പുറത്തു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആ വിശ്വാസത്തോടെ ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. അടയപ്പെട്ട ഉദരങ്ങൾ, അടയപ്പെട്ട ഗർഭങ്ങൾ ഫലമുള്ളതായി മാറട്ടെ. ഫലമുണ്ടാകില്ലെന്ന് പറഞ്ഞ വരണ്ട അനുഭവങ്ങൾ ഫലഭൂയിഷ്ഠമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹന്നായിക്ക് വേണ്ടി തുറന്ന, കർത്താവെ എലിസബത്തിന് വേണ്ടി തുറന്ന, അത്ഭുതമായി ഒരു മറിയയുടെ ഉദരത്തിൽ യേശു വന്ന് പിറന്നതുപോലെ കർത്താവെ അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ സ്വർഗം ഇടയാക്കണമേ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണം. തകർന്നിരിക്കുന്ന, വേദനയിലിരിക്കുന്ന കടഭാരങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ, തലമുറയുടെ വിടുതലിനെ സംബന്ധിച്ചോ, വിദ്യാഭ്യാസം സംബന്ധിച്ചോ, കർത്താവ് കുടുംബജീവിതങ്ങളെ സംബന്ധിച്ചോ, തകർച്ചകളെ സംബന്ധിച്ചോ ഒക്കെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്രകാരം എനിക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട ചാനലിലൂടെ എൻ്റെ ജീവിതാനുഭവം, എൻ്റെ സാക്ഷിയെ പങ്കുവയ്ക്കുവാൻ അവസരം തന്ന അരോമ ടിവിയുടെ പ്രവർത്തകരോട്, ബഹുമാന്യനായ ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ഡാനിയൽ ജോൺ അവர்களോട് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജസ്റ്റിൻ ജോർജ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ ദാസനോടതായ നന്ദി, സ്നേഹവും കടപ്പാടും വിതരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നല്ല സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാൻ ഏറെ അവസരങ്ങളെ ഇനിയും ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു. വളരെ ചെറുപ്പം മുതലുള്ളതായ ചില അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നെങ്കിലും പഠനത്തോടുള്ള ബന്ധത്തില് ചില സാഹചര്യങ്ങളിൽ കർത്താവിൽ നിന്ന് അകന്നുപോയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും അതിൽ നിന്നൊക്കെയും കർത്താവ് മടക്കി വരുത്തി. ആ സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മളൊക്കെ പറയുന്ന മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ആ ഒരു അനുഭവം, തന്നെ കാത്തിരിക്കുന്ന തൻ്റെ വാത്സല്യ പിതാവ് ഒരിക്കൽ പോലും നിരാശ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് തുടരാൻ ദൈവം തനിക്ക് അനുവാദം കൊടുത്തില്ല. പകരം തൻ്റെ മകൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയാണ് ആ പിതാവിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. CA പഠിക്കാൻ പോയി എന്ന് പറഞ്ഞു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാമായിരുന്നു. എന്നാൽ കർത്താവ് ആ നിലയിൽ തന്നെ അതിനൊരു മാറ്റം വരുത്തി ഒരു CA മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആമേൻ. CA എന്നുള്ള വാക്ക് ക്രൈസ്റ്റ് അംബാസഡേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ നാമകരണം ചെയ്തുകൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും ഒരു ലോകപ്രകാരമുള്ള ഒരു നല്ല ഒരു പൊസിഷനിൽ വേണമെങ്കിൽ ഇരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരി നിത്യതയില് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനും അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്നതുമായ ഒരു ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് ക്രൈസ്റ്റ് അംബാസഡേഴ്സ് എന്ന് പറയുന്നതായ ആ
ഒരു CA-ക്കാരൻ്റെ അനുഭവം. ഇന്ന് ദൈവദാസനെ ദൈവം ആ ഒരു നിലയിലേക്ക് ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഒരുക്കിയെടുത്തു. അത് വിദ്യാഭ്യാസ മേഖലയിലും കുടുംബ ജീവിതത്തിലും ചില അനുഭവങ്ങളുടെ ഏടുകളിലൂടെ ഈ ചെറുപ്രായത്തിനിടയിൽ തന്നെ അനുഭവിക്കുവാൻ, കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പരിശോധനകളുടെ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. കുടുംബജീവിതത്തില് തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച നിമിഷത്ത് ഇന്ന് ദൈവം ആദരിച്ചു അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. എന്നാൽ അതിനു മുൻപ് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടു. ഡോക്ടർമാരും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരും ഒക്കെ എന്ത് സംഭവിക്കും എന്ന വലിയൊരു ചോദ്യത്തിന്റെ മുൻപിൽ ഒരു മുൾമുനയിൽ നിന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതിൻ്റെയൊക്കെ നടുവില് അബ്രഹാമിന്റെ ദൈവം, ഹന്നായുടെ ദൈവം, ആമേൻ, മറിയയുടെ ദൈവം, അല്ലെങ്കിൽ സെക്കരിയാവിന്റെ ദൈവം, എലിസബത്തിന്റെ ദൈവം, നമ്മുടെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ജീവിതത്തിലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. നിർജീവ അവസ്ഥകളെ ദൈവം മാറ്റി, രോഗാവസ്ഥകളെ ദൈവം മാറ്റി, ശൂന്യതയുടെ അനുഭവങ്ങളെ ദൈവം മാറ്റി. ഒരുപക്ഷെങ്കിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം അത് വീഞ്ഞായി മാറിയതുപോലെ ചില ശൂന്യതകളും ചില ഇല്ലായ്മകളും ഒക്കെ ദൈവം മാറ്റി, നിന്ദകൾ മാറ്റി. ആ കുടുംബത്തിലുണ്ടാകാമായിരുന്ന വലിയ നിന്ദയുടെ അനുഭവത്തെ ദൈവം മാറ്റി അവിടെ ഒരു ആദരവിന്റെ, അംഗീകാരത്തിന്റെ, അനുഗ്രഹത്തിന്റെ ചില ഉറവുകളെ കർത്താവ് തുറന്നു കൊടുക്കുവാനിടയായി തുറന്നതുപോലെ പ്രിയ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലും കർത്താവ് ചില അനുഗ്രഹങ്ങൾ, മക്കൾ, യഹോവയുടെ ദാനം, ഉദരഫലം, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ പ്രതിഫലമാകുന്നു. അത് ദൈവദാസന് ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് ദാനം തന്നു. ചില സന്ദർഭങ്ങൾ, വേദനാജനകമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതിനെയൊക്കെ കർത്താവ് ആനന്ദകരമാക്കി തീർത്തല്ലോ. കർത്താവ് പിന്നെ സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രസ്താവിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com